കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദാനമായി നൽകിയ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും കരുണയും കരുതലും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുന്ന ദൈവമല്ല. നമ്മൾ വിശുദ്ധിയോടെ നിന്നാൽ ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്ന ദൈവം, തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന ഒരു ദൈവം. മാത്രമല്ല, ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ചു അവർ നിലവിളി കേട്ട് രക്ഷിക്കുന്ന സർവശക്തനായ ദൈവം. ഓരോ ജഡത്തിനും അതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും കരുണ തോന്നുന്ന ദൈവം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവയെങ്കിലെ സന്തോഷം എല്ലാ ദിവസവും നമ്മുടെ ബലമാകട്ടെ. ബലം ക്ഷയിക്കുമ്പോൾ യഹോവയെങ്കിലെ സന്തോഷം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ വലിയ ബലം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും. ആർക്കും അതിനെ തടയുവാനോ ഇല്ലാതാക്കുവാനോ കഴിയില്ല. ആ ബലം ഇന്ന് പകൽ സ്വായത്തമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ തന്നത്തിനൊത്തവണ്ണം ക്രിസ്തുവേ യേശുവിൻ പൂർണ്ണമായി തീർത്തു തരാൻ ശക്തനാണ്. ഏതൊക്കെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അതിനെയൊക്കെ പൂർണ്ണമായും തീർത്തു തരാൻ, പൂർണ്ണമായും പരിഹരിക്കാൻ, കുറ്റമറ്റ രീതിയിൽ അതിനെ ആക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നമ്മുടെ വഴികൾ പരാജയമാണ്, കുറവുള്ളതാണ്, പക്ഷേ അവരുടെ വഴി തികവുള്ളതാണ്. നീതിമാന്മാർ ആ വഴിയിലൂടെ നടക്കും. പ്രിയരെ, ആഴിയെ വഴിയാക്കി വഴിയുടെ കുറവ് തീർത്താണ് തൻ്റെ ജനത്തെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നത്. ഇന്ന് പോലും വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ദൈവത്തിൻ്റെ ചിന്തകൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ വിചാരങ്ങളും വഴികളും വളരെ ശ്രേഷ്ഠമായിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്ത ദൈവത്തിന് മഹത്വം കരേറ്റാം. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ നിറങ്ങുന്നത്. ഹോവയിലെ പ്രത്യാശം, ഹോവെങ്കിലെ ധൈര്യം നമ്മുടെ ജീവിതത്തിലൊരു ബലമായിത്തീരും. അതുകൊണ്ടാണ് കൊലവത്തന്മാർ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതമാണ്, കഷ്ടങ്ങൾ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ്. ഏതൊക്കെ ശക്തികൾ ഇളകി വന്നാലും ഇരച്ചു കലങ്ങിയാലും ദൈവം ഞങ്ങളുടെ സങ്കേതമായതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടില്ല. കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവം, ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യാൻ കഴിവുള്ളവൻ, ഇന്ന് പകലിലും ഏതൊക്കെ വിഷയം സംഘർഷഭരിതമായിരിക്കുന്നു അതിനെയൊക്കെ അടങ്ങുവാൻ കൽപ്പിക്കുന്ന ദൈവമഹത്വം ഈ പകലും വെളിപ്പെടെ. കാറ്റേ അടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ ഇരമ്പി മറിഞ്ഞുകൊണ്ടിരുന്ന തിരകൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് അടങ്ങിയെങ്കിൽ ഈ പകലും ജീവിതത്തിനെതിരെ, കുടുംബത്തിനെതിരെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ശക്തമായ ചില വെല്ലുവിളികളെ അടക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. സഹോദരങ്ങളെ, നിങ്ങൾ നിരാശപ്പെടരുത്. നമ്മുടെ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. ശതാധിപൻ പറഞ്ഞതുപോലെ, കർത്താവെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ആ വാക്കിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയണം. അത്ഭുതത്തിൻ്റെ ശക്തി തിരിച്ചറിയണം. എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ്റെ ശക്തിയെപ്പറ്റി ഇന്ന് പകൽ ബോധ്യപ്പെടുമെങ്കിൽ
ധൈര്യത്തോടെ അവിടുത്തെ മുൻപാകെ അടുത്ത് ചെന്ന് ദൈവത്തിന് മഹത്വം കരേറ്റാൻ നമുക്ക് തയ്യാറാവാം. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അവിടുത്തെ വഴികൾ തികവുള്ളതാണ്. വീണ്ടും ആവർത്തിച്ച് അങ്ങനെ തന്നെ പറയുന്നു. 85-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവേ നീ നിൻ്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിൻ്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. കോരപുത്രന്മാരുടെ ഒരു പ്രാർത്ഥനയാണ് നാം വായിച്ചു കേട്ടത്. അവർ പാടിയൊരു പാട്ട് വളരെ ശക്തിയുടെ പാട്ടാണ്. ദേശത്തെ തിരിച്ചു വരുത്തുന്ന ഒരു ദൈവം, തകർന്നുപോയ പട്ടണങ്ങൾ ദേശത്തെ തിരിച്ചു വരുത്തി യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. ഇതോർത്ത് ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഒരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഏതൊക്കെ വിഷയത്തിൽ നമുക്കൊരു തിരിച്ചുവരവ് വേണം, ദൈവത്തോട് പ്രാർത്ഥിക്കും. കുടുംബജീവിതത്തിലാകട്ടെ, തലമുറയുടെ വിഷയത്തിലാകട്ടെ, ആത്മികത്തിലാകട്ടെ, ഭൗതിക മേഖലകളിലാകട്ടെ, എനിക്കൊരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്. ദൈവത്തോട് പറഞ്ഞ് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. അങ്ങനെ പറയാൻ തയ്യാറാകുമെങ്കിൽ ഒരു വലിയ തിരിച്ചുവരവ് ആഴത്തിൽ നിന്ന് ദൈവം നൽകും. നോക്കൂ, ആഴത്തിൽ പോയൊരു കൊടാലി ഒരിക്കലും മനുഷ്യമായി ചിന്തിച്ചാൽ പൊങ്ങി വരില്ല. ആ വെട്ടിയാൾ പറഞ്ഞ പ്രസ്താവന നോക്കൂ, എലീശയുടെ യജമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു. എന്നുവെച്ചാൽ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കേണ്ടത് മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. ഈ പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, തിരിച്ചു കൊടുക്കേണ്ട ചില വിഷയം. ഒന്നുകൂടെ ഞാൻ എൻ്റെ ആത്മീയ വെളിപ്പാട് പറയാം. ദൈവം നൽകിയത്, ദൈവം ആക്കിയത്, ദൈവം പറഞ്ഞ ചില ദൂതുകൾ നടപ്പിലായി എന്ന് ചിന്തിക്കുന്ന സമയം വന്നപ്പോൾ പലതും ഒഴുകിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി, ആരാധന നഷ്ടപ്പെട്ടു പോയി, ആത്മീക ജീവിതത്തിന് ഇടിവ് സംഭവിച്ചു, വചനധ്യാനം കുറഞ്ഞു. ഇന്ന് പകൽ വിളിച്ചു പറ, കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൃപാവരങ്ങൾ ഇതിലൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. ഇതങ്ങ് തിരിച്ചു ചോദിക്കുന്ന സമയമുണ്ട്. വിശ്വസ്തനും നല്ലവനുമായ ദാസനെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് അത് തിരിച്ചു ചോദിക്കുന്ന ഒരു പ്രത്യേക സമയമുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവാത്മാവിനാൽ വിളിച്ചു പറയുന്നു, കർത്താവേ അത് മടക്കി തരണമേ, കർത്താവേ അത് മടക്കി തരണമേ, ഒന്ന് തിരിച്ചു വരുത്തണമേ. പ്രാർത്ഥനയിലേക്കും ആരാധനയിലേക്കും വിശ്വാസത്തിലേക്കും അഭിഷേകത്തിലേക്കും ദൈവകൃപയിലേക്കും വെളിപ്പാടിലേക്കും ദൈവാത്മാവിൻ്റെ നിയോഗത്തിലേക്കും എന്നെ ഒന്ന് തിരിച്ചു വരുത്തണമേ. കാരണം കർത്താവ് നാളെ നമ്മളോട് ചോദിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് പറയാൻ കഴിയും, നഷ്ടപ്പെട്ട എൻ്റെ ആത്മീയത തിരിച്ചു വന്നു, എൻ്റെ തകർച്ച മാറി, അവിടെ ഒരു വിജയം വന്നു, ആഴത്തിൽ പോയ എൻ്റെ സബ്ജക്റ്റ് തിരിച്ചു വന്നു. പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ, ഒരു വലിയ റിസൾട്ട് ഇതാ വെളിപ്പെടെ. യഹോവേ നീ നിൻ്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിൻ്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. പ്രവാസത്തിൽ പോയ ജനം ഫറവോൻ്റെ അടിമത്തത്തിലായിരുന്നു, അതുപോലെ ബാബേലിൻ്റെ അടിമത്തത്തിലായിരുന്നു. അനേക നുഖങ്ങൾ തൻ്റെ ജനത്തിൻ്റെ വെച്ച് അതിനെയെല്ലാം പൊട്ടിച്ചുകൊണ്ട് സങ്കടപ്പെട്ട തൻ്റെ ജനത്തെ, വേദനിച്ച തൻ്റെ ജനത്തെ പ്രാർത്ഥനയാലും ദൈവത്തിങ്കിലേക്ക് അവർ മടങ്ങി വന്നതിനാലും തിരിച്ചു വരുത്തിയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, തൻ്റെ ജനത്തെ തിരിച്ചു വരുത്തുന്ന പകൽക്കാലമാണ്. നിങ്ങളുടെ വിഷയത്തെ തിരിച്ചു വരുത്താൻ പോകുക, യഥാസ്ഥാനപ്പെടുത്താൻ പോകുക, അതിനെ പണിയാൻ പോകുക, അതിനെ ശക്തീകരിക്കാൻ പോകുക, ദൈവം അതിനെ താങ്ങാൻ പോകുക, ദൈവം അതിനെ ഉദ്ധരിക്കാൻ പോകുക. ധൈര്യത്തോട് പറ, ഞങ്ങളെ തിരിച്ചു വരുത്തുന്ന ഒരു ദൈവം, ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവം, ഞങ്ങളെ ഉദ്ധരിക്കുന്ന ദൈവം, ഞങ്ങളെ പണിയുന്ന ദൈവം, ഞങ്ങളെ ആഴത്തിൽ നിന്ന് മടക്കി വരുന്ന ദൈവം. ആഴത്തിൽ പോയ ഞങ്ങളുടെ വിഷയത്തെ ഇനിയും പൊങ്ങി വരില്ല, ഇതിൽ നിന്നൊരു ഉച്ചാരണമില്ല, ഒരു ദൈവപ്രവൃത്തിക്ക് സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യൂ.
ദൈവം നിങ്ങളെ മടക്കി വരുത്താൻ പോകുക. സർവ്വശക്തിയുള്ള ദൈവത്തിൻ്റെ കരം ഇന്ന് പകലിറങ്ങുകയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവം ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ, ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. തിരുമുഖം ഞങ്ങളുടെ മേലൊന്ന് പ്രകാശിപ്പിക്കണമേ, ഞങ്ങളെ ഒന്ന് തിരിച്ചു വരുത്തണമേ. പ്രവാസം മാറുകയാണ്. ദൈവകൃപ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ജനം ഉപവസിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അവർ പ്രവാസം മാറി. അവരുടെ മേൽ കർത്തൃത്വം നടത്തിയ ഫിലിസ്തീയ ശക്തികൾ തിരിഞ്ഞോടിയെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ, ദൈവം ഭാഗം സമർപ്പിക്കാൻ തയ്യാറാകൂ. ദൈവം ഒരു വലിയ തിരിച്ചുവരവ് നടത്താൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ഇത് ഏറ്റെടുക്കൂ. സർവശക്തനായ ദൈവമേ, സർവജ്ഞാനിയായ ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, തൻ്റെ ജനത്തെ തിരിച്ചു വരുത്തി ആത്മശക്തിയോടെ അവരെ പണിഞ്ഞ കർത്താവേ, അവരുടെ പ്രവാസങ്ങളെ മടക്കി അവരെ ആനന്ദത്തിലേക്ക് തിരിച്ചു വരുത്തുന്നേ. സിയോൻ്റെ പ്രവാസികളെ മടക്കി തിരിച്ചു വരുത്തിയപ്പോൾ സ്വപ്നം കാണുന്നത് പോലെ ഒരു വിടുതൽ, ആത്മിക വിടുതൽ സംഭവിക്കട്ടെ, ശാരീരിക വിടുതൽ സംഭവിക്കട്ടെ. എല്ലാ മേഖലകളിലും ജനം സ്വതന്ത്രരാകട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, കർത്താവ് ഞങ്ങളെ മടക്കി വരുത്തണം, ഞങ്ങളെ തിരിച്ചു വരുത്തണം, ഞങ്ങളുടെ പ്രവർത്തിക്കാൻ ഞങ്ങളെ ഒരുക്കണം. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.